എന്നെ സഹായിക്കാൻ വേഗം വരണമേ. വാളിങ്കിൽ നിന്ന് എന്റെ പ്രാണനെയും നായുടെ കയ്യിൽ നിന്ന് എന്റെ ജീവനെയും വിടുവിക്കണമേ. 17 വാക്യം, എന്റെ അസ്ഥികളൊക്കെയും എനിക്കെണ്ണ. അവർ എന്നെ ഉറ്റുനോക്കുന്നു, എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എന്റെ അംഗിക്കായി അവർ ചീട്ടിടുന്നു. 22 സങ്കീർത്തനം യേശു കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചുള്ള പരിശുദ്ധാത്മാവ് സംവത്സരങ്ങൾക്ക് മുമ്പ് ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാകുന്നു എന്ന് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്നുവല്ലോ. ഹല്ലേലൂയ. കർത്താവ് കടന്നുപോയ ക്രൂശിക്കുന്ന സമയത്തുള്ള കഷ്ടതകളെ കുറിച്ച് പരാമർശിക്കുന്ന പരിശുദ്ധാത്മാ നിറവിൽ എഴുതിയിരിക്കുന്ന ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. സമയം വളരെ കുറവായതുകൊണ്ട് 1-2 ചിന്തകൾ മാത്രം ചിന്തിച്ച് തിരുമേശ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പരിശുദ്ധാത്മാവിൽ താല്പര്യപ്പെടുന്നു. യേശു കർത്താവിന്റെ മരണം ഒരു പ്രായശ്ചിത്ത മരണമാണ് എന്ന് ദൈവദിനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമ യാഗങ്ങളെ പോലെ തന്നെ പാപത്തിന് പരിഹാരം വരുത്തേണ്ടതിന്, ഹല്ലേലൂയ, ഒരു നിത്യ നിയമം കൊണ്ടുവരേണ്ടതിന്, ഹല്ലേലൂയ, ഇനി ഒരു യാഗം ഉണ്ടാകാതിരിക്കേണ്ടതിന് ഒരു വിശേഷമായ ഏകയാഗം, ഒരു പ്രായശ്ചിത്ത യാഗമാണ് കർത്താവ് നമുക്ക് വേണ്ടി കഴിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്താണ് കർത്താവിന്റെ പ്രായശ്ചിത്ത യാഗത്തിന്റെ, ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത യാഗത്തിന്റെ ഫലങ്ങൾ ദൈവസഭയ്ക്ക് എന്താണുള്ളത് എന്ന് ദൈവം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. 7 ഫലങ്ങളാണ് ഹല്ലേലൂയ യേശു കർത്താവിന്റെ ഹല്ലേലൂയ പ്രായശ്ചിത്ത ശുശ്രൂഷയുടെ, ഹല്ലേലൂയ, മരണ ശുശ്രൂഷയുടെ ഫലങ്ങൾ എന്ന് കാണുവാൻ കഴിയും. എത്രത്തോളം ചിന്തിക്കുവാൻ നമുക്ക് അറിയത്തില്ല. നാം ധ്യാനിച്ചിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ്, എങ്കിലും ഒന്ന് ഓടിച്ചു പോകുവാനായി കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഒന്നാമത്, ഹല്ലേലൂയ, കർത്താവിന്റെ മരണത്തിൽ കൂടെ സംഭവിച്ചത് പിശാച് എന്നേക്കുമായി തോൽക്കപ്പെടുകയായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കിത് കാണാൻ കഴിയും. ആദ്യത്തെ പ്രവചന ശബ്ദമാണ് എന്ത്? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. ഹല്ലേലൂയ, പിശാച് എന്നേക്കുമായി തോൽപ്പിക്കപ്പെടുകയായിരുന്നു കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ കൂടെ സംഭവിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 1 യോഹന്നാൻ 3:8 ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു: പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകും. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ, എന്നാൽ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവം പ്രത്യക്ഷനായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ കെട്ടുകളെ അഴിപ്പാൻ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ, ഹല്ലേലൂയ, അവന്റെ തലയെ തകർത്ത് കളയുവാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായി. കഴിഞ്ഞ ദിവസം കേട്ടോ, മോഷ്ടിപ്പാനും മറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ഹല്ലേലൂയ, പാപത്തെ പോലെ, ഹല്ലേലൂയ, രോഗത്തെ പോലെ നമ്മുടെ ജീവിതത്തെ കാർന്നു നിൽക്കുന്ന അനുഭവങ്ങൾക്ക് വേണ്ടി മോഷ്ടിച്ചത് അറക്കുവാനും അറക്കുന്നത് മുടിക്കുവാനുമാണ് പിശാചായവൻ വരുന്നത്, കള്ളൻ വരുന്നതെങ്കിൽ ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായിട്ടുണ്ടാകുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. യേശു കർത്താവിന്റെ പ്രായശ്ചിത്ത യാഗത്തിന്റെ ഒന്നാമത്തെ ഫലം, ഹല്ലേലൂയ, പിശാച് തോൽപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ പിശാചിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. പിശാചിനോട് ഇനി നമുക്ക് ധൈര്യമായി എതിർത്ത് നിൽപ്പാൻ കഴിയും. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. നമുക്ക് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. പിശാച് തോറ്റവനാണ്. അവനെ ഇനിയും ദൈവസഭയ്ക്ക് എതിർക്കുവാൻ കഴിയും. അവനെ കർത്താവ് ക്രൂശിൽ തോൽപ്പിക്കുവാനിടയായി തീർന്നെന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്ന്, പിശാച് കർത്താവിന്റെ മരണത്തിൽ കൂടെ എന്നേക്കുമായി തോൽക്കപ്പെടുവാനിടയായി തീർന്നു. മരണത്തിന് 2, മരണത്തിന് തന്റെ അധികാരം നഷ്ടമായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മരണം കൊണ്ടെല്ലാം തീരുമെന്ന് ചിന്തിച്ചെടുത്ത്, ഹല്ലേലൂയ, മരണത്തെ ജയിച്ച ഒരുവൻ, ഹല്ലേലൂയ, നമുക്കും മരണശേഷം ഒരു ജീവിതമുണ്ടെന്ന്, ഹല്ലേലൂയ, കാണിച്ചു തരേണ്ടതിന് യേശു കർത്താവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മുടെ മധ്യ ശരീരങ്ങളിൽ വ്യാപരിക്കുന്നെങ്കിൽ, അവനെ ഉയർപ്പിച്ചതുപോലെ ക്രിസ്തുവിനെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിൽ ഉയർപ്പിച്ചതുപോലെ നമ്മെയും ഉയർപ്പിക്കും. അതുകൊണ്ട് മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല ഈ ജീവിതം. മരണത്തിന്റെ തന്റെ അധികാരം നഷ്ടമായത് യേശു കർത്താവിന്റെ ക്രൂശുമരണത്തിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. മരണശേഷം സ്വർഗ്ഗത്തിൽ തന്നോടുകൂടെ ഇരിക്കുവാൻ കഴിയുമെന്നുള്ള വാഗ്ദത്തത്തെ ദൈവം നമുക്ക് നൽകി തരികയാണ്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ ഇരിക്കുന്ന
ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഞാൻ ഉയർത്തെഴുന്നേറ്റ് മരണത്തെ ജയിച്ച് എവിടെയായിരിക്കുന്നു അതേ സ്ഥലത്ത് നമ്മെ കൊണ്ടെത്തിക്കുവാൻ കഴിഞ്ഞത് കർത്താവിന്റെ ക്രൂശുമരണത്തിൽ കൂടെ. പിശാച് പരാജയപ്പെട്ടു, പിശാച് തോൽക്കപ്പെട്ടു. 2, മരണത്തിന്റെ ശക്തി നഷ്ടമായി തീർന്നു. അതുകൊണ്ടാണ് 2 തീമോഥെയോസ് 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും. മരണം എന്നേക്കുമായി മാറിപ്പോയി. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് ഒരു ദൈവവേദന മരണത്തെ ഭയപ്പെടണ്ട. കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് മരണമാണല്ലോ. ഏറ്റവും ലാസ്റ്റ് എൻഡ് മരണമായിരിക്കുമല്ലോ. എന്നാൽ അതുപോലും ഭയപ്പെടണ്ട. മരണത്തെ നീക്കിക്കളഞ്ഞ ഒരുവനാണ് നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നത്. അവന്റെ സുവിശേഷം കൊണ്ട് നമ്മുടെ അകത്തവൻ ജീവൻ വ്യാപരിപ്പിച്ചു, അക്ഷത വെളിപ്പെടുത്തി, അക്ഷയതയും വെളിപ്പെടുത്തുകയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. അപ്പോൾ മരണം എന്നേക്കുമായി മാറിപ്പോയി, ജീവൻ വ്യാപരിക്കുവാൻ തുടങ്ങി, സുവിശേഷത്തിന്റെ ജീവൻ വ്യാപരിക്കുവാൻ തുടങ്ങി, അതിന്റെ അക്ഷയത വെളിപ്പെടുവാൻ തുടങ്ങി. അത് മാത്രമല്ല, അവനെയും വീണ്ടും നമുക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ പിശാച് മാറ്റപ്പെട്ടു, മരണം മാറ്റപ്പെട്ടു. 3, പാപത്തിന്റെ ശക്തി ജയിച്ചുപോയി, പാപത്തിന്റെ ആധിപത്യം തകർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപത്തെ ജയിക്കുവാൻ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന ഒരുവന് കഴിയും. എത്ര പേർക്ക് സന്തോഷമുള്ളത് കേൾക്കുമ്പോൾ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്, നിങ്ങളെ തന്നെ മരിച്ചിട്ട്, അതായത് നമുക്ക് ക്രിസ്തുയേശുവിൽ കൂടെ പരിശുദ്ധാത്മാവിൽ ഒരു പുതിയ ജീവൻ ലഭിക്കുകയാണ്, ഒരു പുതിയ സ്വഭാവം ലഭിക്കുകയാണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടപ്പോൾ, ആത്മാവിൽ നിറഞ്ഞപ്പോൾ നമുക്ക് ലഭിച്ചത് ഒരു പുതിയ സ്വഭാവമാണ്. പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതുതായി തീർന്നിരിക്കുന്നു. ഒരു പുതിയ മനുഷ്യന്റെ സ്വഭാവത്തിലേക്ക്, പുതിയ രീതികളിലേക്ക്, ജീവിതചര്യകളിലേക്ക് നാം മാറ്റപ്പെടുകയാണ്. ഹല്ലേലൂയ. പാപത്തിന്റെ ശക്തി തകർക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എന്തോ ചെയ്യണം, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും. ഹല്ലേലൂയ. ഇത് ഒരു പ്രാവശ്യം ചെയ്യേണ്ടതല്ല, രക്ഷിക്കപ്പെട്ടപ്പോൾ മാത്രം ചെയ്യേണ്ടതല്ല. എല്ലാ മാസ അവസാന ഫാസ്റ്റിംഗ് ചെയ്യേണ്ടതല്ല. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ മരിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചതിന്റെ ഹല്ലേലൂയ ആ ഒരു കാര്യമാണ് നാം ജലത്തിൽ സ്നാനപ്പെട്ടപ്പോൾ സംഭവിച്ചത്, അല്ലെ? അതിന്റെ ഒരു നിഴലായിട്ടാണ് സംഭവിച്ചത്. എന്നാൽ വാസ്തവത്തിൽ നമ്മുടെ പഴയ മനുഷ്യൻ വല്ലപ്പോഴുമെങ്കിലും ഒക്കെ പൊങ്ങി വരാനുണ്ട്, അല്ലെ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിനെ മരിപ്പിച്ചുകൊണ്ടിരിക്കുക, അത് അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കാതെ നമ്മളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി എണ്ണുക. ഹല്ലേലൂയ. ഇനി എന്നിൽ ജീവിക്കുന്നത് എന്റെ പഴയ മനുഷ്യനല്ല, എന്റെ പഴയ സ്വഭാവമല്ല, എന്റെ പഴയ നോട്ടമല്ല, എന്റെ പഴയ കേൾവിയല്ല, എന്റെ പഴയ നടപ്പല്ല, എന്റെ പഴയ ചിന്തകളല്ല. ഞാൻ കർത്താവിനെ അറിയുന്നതിന് മുമ്പ് എങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെയല്ല ഇനി ഞാൻ ജീവിക്കേണ്ടത്. എന്റെ പഴയ മനുഷ്യൻ മരിച്ചു എന്ന് ഞാൻ എന്നെ കുറിച്ച് തന്നെ എണ്ണണം. ഹല്ലേലൂയ. വേറൊരാളുടെ പഴയ മനുഷ്യൻ മരിച്ചോ എന്ന് നോക്കി നടക്കുമല്ല. ഹല്ലേലൂയ. നമ്മുടെ പണി നമ്മെ തന്നെ ശോധന ചെയ്യണം. നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചോ എന്ന് നാം നമ്മെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കുവിൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകയാൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. പാപം കർത്തൃത്വം നടത്താതിരിക്കണമെങ്കിൽ നിയമങ്ങൾ കൊണ്ട് കഴിയത്തില്ല. ന്യായപ്രമാണം തന്റെ ജനത്തിന് ദൈവം കൈമാറി, അല്ലേ? എന്നാൽ ന്യായപ്രമാണത്തിനനുസരിച്ച് അവർ അവരുടെ ജീവിതം ക്രമീകരിക്കുവാൻ അവർ പരാജയപ്പെട്ടു പോയി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കൃപ വെളിപ്പെട്ടത്. യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ട ആവശ്യകത എന്തായിരുന്നു? ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാത്തതിനെ സാധിപ്പിക്കുവാനാണ് കർത്താവ് വെളിപ്പെട്ടത്. അപ്പൊ ന്യായപ്രമാണത്തിന് പാപത്തിന്റെ കർത്തൃത്വം
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിരുമേശയുള്ള ബന്ധത്തിലാണ് ഈ ഭാഗങ്ങൾ ശുശ്രൂഷിക്കുന്നത്. ദാവീദിലേക്ക് ഏലിയാവിലേക്ക് ഒന്നും പോകണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇത് കേൾക്കുമ്പോൾ അകത്തൊരു സന്തോഷം വേണം. ഹല്ലേലൂയ. നാം ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല പാപത്തെ ജയിക്കുവാൻ ശക്തി പ്രാപിക്കുന്നത്. പാപത്തെ ജയിപ്പാൻ ശക്തി പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപ നിനക്ക് ആവശ്യമാണ്. നിന്റെ നോട്ടത്തിൽ നിനക്ക് ജയിക്കണമെങ്കിൽ, നിന്റെ കേൾവിയിൽ നിനക്ക് ജയിക്കണമെങ്കിൽ, നിന്റെ നടപ്പിൽ നിനക്ക് ജയിക്കണമെങ്കിൽ, നിന്റെ സംസാരത്തിൽ നിനക്ക് ജയിക്കണമെങ്കിൽ നിനക്ക് കൃപ ആവശ്യമാണ്. നീ ഈ പുതിയ നിയമസഭ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല, ന്യായപ്രമാണത്തിന്റെ കർത്തൃത്വത്തിലല്ല, കൃപയുടെ കീഴിലാണ്. വിശ്വാസമുണ്ട്. ഒരു കൃപ നിന്റെ മേൽ വ്യാപരിച്ചാലേ ചിലതിനെ ജയിക്കാൻ നിനക്ക് കഴിയത്തുള്ളൂ. നീ ഏതെങ്കിലും വിഷയത്തിൽ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ, നിന്റെ കണ്ണിൽ, ചിന്തയിൽ, നോട്ടത്തിൽ, ഇടപെടലിൽ, ഭാവങ്ങളിൽ നീ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ നീ കൃപയിൽ നിന്ന് മാറിപ്പോയിട്ട് നീ കൃപയ്ക്കകത്തേക്കൊന്ന് കേൾക്കേ. ഹല്ലേലൂയ. ന്യായപ്രമാണവും കൽപ്പനകളും ഒക്കെ മാറ്റിയിട്ട് ഹല്ലേലൂയ. പലപ്പോഴും ഇപ്പോഴും ഹല്ലേലൂയ നമ്മുടെ ജീവിതം നമ്മൾ ചിന്തിക്കുമ്പോൾ ന്യായപ്രമാണത്തെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ലെങ്കിലും നമ്മുടെ ജീവിതം ഒരു കൽപ്പനകൾ പോലാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഒരു കൽപ്പന പോലെ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എന്നാൽ പുതിയ നിയമത്തിന്റെ പ്രമാണം അതല്ല. നിന്റെ മേൽ വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് നിനക്ക് പാപത്തെ ജയിക്കാൻ കഴിയണം. പുതിയ നിയമ സഭയുടെ ഹല്ലേലൂയ പാപത്തെ ജയിക്കുവാനുള്ള ഹല്ലേലൂയ അതിന്റെ കൃപ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക എന്നുള്ളതാണ്. അത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട്, ദൈവത്തോടുള്ള കൂട്ടായ്മ കൊണ്ട്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കേണ്ടതിന്, പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ തുടരേണ്ടതിന് ഞാൻ പാപത്തെ വെറുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതൊരു കൽപ്പന ആയതുകൊണ്ടല്ല, അത് ദൈവം ഒരു ന്യായപ്രമാണം വെച്ചതുകൊണ്ടല്ല, അല്ലെങ്കിൽ അത് സമൂഹത്തിൽ അത് തെറ്റായതുകൊണ്ടല്ല. പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്ന പുതുമനുഷ്യനെ, പുതുക്കത്തിന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ അസ്വസ്ഥപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യത്തില്ല എന്ന് തീരുമാനിക്കുവാൻ ദൈവം നിന്റെ മേൽ പകരുന്ന കൃപയാണ് പ്രൈസ് ദി ലോർഡ് പുതിയ ദിവസത്തിൽ വെളിപ്പെടേണ്ടത്. അതുകൊണ്ട് പാപം ഒരുവന്റെ മേൽ കർത്തൃത്വം നടത്താതിരിക്കണമെങ്കിൽ കൃപയ്ക്കകത്തേക്ക് കയറിയേ പറ്റുള്ളൂ. നമ്മുടെ തീരുമാനം കൊണ്ടും ശക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും സാമർഥ്യം കൊണ്ടൊന്നും പാപത്തെ ജയിക്കാൻ കഴിയത്തില്ല. കൃപയ്ക്കകത്തേക്ക് പ്രവേശിച്ചാൽ, കൃപയുടെ കീഴിലായാൽ, അഭിഷേകത്തിന്റെ കീഴിലായാൽ, പരിശുദ്ധാത്മാവിന്റെ കീഴിലായാൽ, ആരാധിച്ച് കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആഴ്ചയിൽ ഒരിക്കൽ അന്യഭാഷകൾ നിറയാനുള്ളതല്ല. പരിശുദ്ധാത്മാവ് നിന്റെ നേർനിലത്തിൽ നടത്തുന്ന, നിന്റെ കണ്ണിനെ കുറിച്ച് പറയുന്ന, നിന്റെ ചെവിയെ കുറിച്ച് പറയുന്ന, നിന്റെ പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ച് പറയുന്ന, അത് ചെയ്യരുത്, ഇത് കാണരുത്, ഹല്ലേലൂയ, എന്നോട് നിന്നോട് മന്ത്രിക്കുന്ന ഒരു ആത്മസാന്നിധ്യമുണ്ട്. അതിലൂടെ പരിശുദ്ധാത്മാവ് അത് വിശ്വസിക്കുന്നവർ കരമടിച്ച് ഏറ്റെടുത്താട്ടെ. ദൈവം ആയിട്ടുള്ള അനുനയിപ്പ്, അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള നിരപ്പ് നമുക്ക് ലഭിച്ചു. ഹല്ലേലൂയ. എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന്റെ 26, 27 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എബ്രായർ 9:26, 27. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. ലോകസ്ഥാപനം മുതൽ അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പരിഹാരം വരുത്തുവാൻ അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഇനിയും യേശു കർത്താവ് ജനത്തിൽ ഇറങ്ങി വരേണ്ട കാര്യമില്ല. ഇനി യേശു കർത്താവ് ഹല്ലേലൂയ ഗലീലയിലും യഹൂദയിലും നടന്നതുപോലെ ഹല്ലേലൂയ ശിഷ്യന്മാരുമായി വീണ്ടും ഒന്നുകൂടെ ഇറങ്ങി വരേണ്ട കാര്യമില്ല. ഇത് ഒരിക്കലായുള്ള യാഗമായിരുന്നു. ഈ 2026 വിശ്വസിക്കുന്നവരും ഹല്ലേലൂയ നമ്മുടെ മരണശേഷം 2050 വിശ്വസിക്കുന്നെങ്കിലും ആ സമയം ഉണ്ടെങ്കിൽ അങ്ങനെ
സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഇവയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. സ്വർഗം അംഗീകരിച്ച ഒരു ശുദ്ധീകരണമായിരുന്നു യേശുവിന്റെ രക്തത്തിൽ കൂടെ സംഭവിച്ചത്. ആറാമത്, ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടി. കഥ പറയാണ്, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ന്യായപ്രമാണം എല്ലാം അങ്ങോട്ട് മാറി നിൽക്കട്ടെ അല്ലെ. അബ്രഹാം മുതൽ മോശ മുതൽ ഇതെല്ലാം അങ്ങോട്ട് മാറി നിൽക്കട്ടെ. ഹല്ലേലൂയ. ഇതാ ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ നിയമം തരികയാണ്. ഇതെന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. പഴയ നിയമം കഴിഞ്ഞുപോയി, ന്യായപ്രമാണം കഴിഞ്ഞുപോയി, മഹാപുരോഹിതന്മാർ കഴിഞ്ഞുപോയി, ദേവാലയം കഴിഞ്ഞുപോയി, ശുശ്രൂഷകൾ കഴിഞ്ഞുപോയി, യാഗങ്ങൾ കഴിഞ്ഞുപോയി. ഒരു പുതിയ നിയമം ഞാൻ നിങ്ങൾക്ക് തരാം. അതെന്റെ രക്തത്തിന്റെ നിയമമാണ്. എന്റെ രക്തത്തിൽ വിശ്വസിക്കുന്നവന് വിടുതലുണ്ടെന്നുള്ള നിയമം. എന്നെ ആശ്രയിക്കുന്നവന്, എന്നെ വിശ്വസിക്കുന്നവന് രക്ഷിച്ചു പോകയില്ല. ഇതെന്റെ രക്തത്തിൽ, ഇതെന്റെ രക്തത്തിന്റെ പുണ്യ നിയമമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വാക്യോടെ വായിച്ച ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. അപ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന് മുമ്പിൽ നമുക്ക് വേണ്ടി ഒരു യാഗം കഴിക്കുകയായിരുന്നു കർത്താവ്. തൃത്വത്തിൽ ഒരുവനായിരുന്ന പിതാവിനോട് സ്വത്വമുണ്ടായിരുന്നവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഹല്ലേലൂയ, പഴയ പ്രകാരമുള്ള അറ്റുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തം കൊണ്ടല്ല, എന്റെ രക്തം പിതാവേ ഈ ജനത്തിന് വേണ്ടി നിനക്ക് തരാമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, തന്റെ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അവൻ അർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഒരു മധ്യസ്ഥനായി അവൻ വെളിപ്പെട്ടു. ഹല്ലേലൂയ. പുത്രനായ ദൈവം സ്വർഗ്ഗത്തിൽ നിറങ്ങി വന്ന് പിതാവായ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഒരു മധ്യസ്ഥനായി നിന്നുകൊണ്ട് പറയുകയാണ്, എന്റെ രക്തം ഞാൻ ഒഴുക്കാം. ഹല്ലേലൂയ. എന്റെ വിലാപ്പുറത്തെ ഞാൻ കുത്തി തുറക്കാം. എന്റെ ശരീരം മുഴുവൻ പോലെ ഞാൻ ആക്കാം. അവസാനമുള്ള രക്തം ഈ ജനത്തിന് വേണ്ടി ഞാൻ ഒഴുക്കാം. ഹല്ലേലൂയ. അവൻ തന്റെ രക്തം ഹല്ലേലൂയ അർപ്പിക്കുവാനിടയായെന്ന് കാണുന്നു. ആ ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ. അപ്പൊ നിങ്ങളുടെ മനസ്സാക്ഷിക്കകത്തൊരു ശുദ്ധീകരണം ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്. നിന്റെ കഴിവുകൊണ്ടോ നിന്റെ ശക്തി കൊണ്ടോ ബലം കൊണ്ടോ പഴയ നിയമ പ്രമാണം കൊണ്ടോ ചെയ്യരുത് 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 എന്നുള്ള പ്രമാണം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടാൻ കഴിയത്തില്ല. പകരം ഹല്ലേലൂയ, ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, ഒരുവൻ നിനക്ക് വേണ്ടി രക്തം അർപ്പിച്ചിട്ടുണ്ട്, ഒരുവൻ നിനക്ക് വേണ്ടി യാഗമായി തീർന്നിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ, ദൈവത്തിന് മനുഷ്യർക്ക് ഇടയിൽ ഒരുവൻ യാഗം കഴിച്ചിട്ടുണ്ട്. ആ രക്തത്തിൽ നീ വിശ്വസിക്കുമ്പോൾ നിന്റെ മനസ്സാക്ഷി ശുദ്ധീകരിക്കപ്പെടും. യേശുവിന്റെ രക്തത്തിനെ നിന്നെ ശുദ്ധീകരിക്കാൻ കഴിയത്തുള്ളെന്ന് സാരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ രക്തമാണ് നിന്റെ മനസ്സാക്ഷിയെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നത്. അടുത്ത വാക്യം, അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ മാറ്റത്തിൽ വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. യേശുവിൽ കൂടെ അല്ലാതെ പിതാവിന്റെ അടുക്കൽ ഒരാൾക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? അവൻ
അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാണ്. എന്നിൽ കൂടെ അല്ലാതെ ആർക്കും പിതാവിനെ കാണാൻ കഴിയത്തില്ല. ഞാനും പിതാവും ഒന്നാകുന്നു. അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിനും ഭൂമിക്കും ഇടയിൽ ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ. ഹല്ലേലൂയ. അത് ജീവിക്കുന്ന നമ്മുടെ കർത്താവാകുന്നു. നമ്മുടെ കണ്ണുകളെ ദിവസം വെച്ചാട്ടെ, ആ രക്തത്തിൽ ഇന്ന് രാത്രി ഒന്ന് ആശ്രയിച്ചാട്ടെ. ഹല്ലേലൂയ. തിരുമേശ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ പോകുകയാണ്.